ഇന്ന് ഞാൻ സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇതെൻ്റെ ജിം സെൻ്ററാണ്. ഞാൻ ജിമ്മിൽ വന്നപ്പോൾ കണ്ടതാണ്. ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് കുറേ ഗിഫ്റ്റുകൾ ഇരിപ്പുണ്ട്. കൂടാതെ ഏതാണ്ട് ആ ട്രീയുടെ ഓരോ ബ്രാഞ്ചസിലും കുറേ സ്ലിപ്പ് എഴുതി നോക്കിയിട്ടുണ്ട്. അപ്പം അത് കുറേ വിഷസ് ആണ് എഴുതിയിരിക്കുന്നത്. ഫിന്നിഷ് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഞാനിത് അന്വേഷിച്ച് പറയാൻ കഴിയുന്നത് വെച്ചാൽ നമ്മുടെ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ആ ഫാമിലിയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികൾ അവരുടെ വിഷസ് സ്ലിപ്പിൽ തൂക്കിയിട്ടേക്കുന്നത്. ഇത് ആരാണോ ഈ സ്ലിപ്പ് എടുക്കുന്നത്, അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, അതാണ് അവർ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് മേടിച്ച് കൊണ്ട് കൊടുക്കേണ്ടത്. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാ യൂറോപ്യൻ കൺട്രിയിലും ഇതേപോലെ ഫിനാൻഷ്യൽ ബാക്ക്വേർഡായിട്ടുള്ള ഫാമിലീസും ഉണ്ട്. അപ്പം എനിക്കിത് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ എന്നിട്ട് എന്താണ് എനിക്ക് കിട്ടുന്നത് ഞാനത് ഗിഫ്റ്റായിട്ട് വെക്കുന്നതായിരിക്കും. ഈ ഗിഫ്റ്റ് എല്ലാം അവർ കളക്ട് ചെയ്തതിന് ശേഷം ബിഫോർ ക്രിസ്മസിന് ഇവർ അത് ഡൊണേറ്റ് ചെയ്യുമ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പം ഫിൻലാൻഡ് ഹാപ്പിയസ്റ്റ് കൺട്രി മാത്രമല്ല, ചാരിറ്റിയിൽ അവർ